പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമാണ് ഇപ്പോൾ എല്ലായിടത്തും. ചാനലൊക്കെ തുറന്നാൽ അതേ കാണാനുള്ളൂ. ചാറ്റ് ഹിസ്റ്ററി, വീഡിയോ കോളിൻ്റെത് മൊത്തം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. പിന്നെ പറയുന്ന രാഹുൽ മാങ്കൂട്ടം എന്താ വായിച്ച മെസ്സേജുകൾ ഇപ്പോൾ ഇതിന്റെ പിന്നിൽ സതീശനാണെന്ന് പറയുന്നുണ്ട്. മറ്റു ചില കോൺഗ്രസ് നേതാക്കളെന്ന് പലരും ആരോപണം ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഇതിൽ പല സ്ത്രീകളും പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട്, വഞ്ചിക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമാണോ തെറ്റുകാരൻ? അല്ല, തീർച്ചയായിട്ടും അല്ല. ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ തെറ്റ് പറയുമ്പോഴും അത് അദ്ദേഹത്തിന്റെ രോഗമാണെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഇത് സത്യത്തിൽ ഇതിൽ നിന്നുള്ളൊരു പ്രധാനപ്പെട്ട പാഠം ദുരന്തമാണ്. കാരണം നമ്മൾ ഈ കാണുന്ന പല ചെറുപ്പക്കാർക്കും അല്ലെങ്കിൽ ചെറുപ്പക്കാരികൾക്ക് പോലും എപ്പോഴും നമ്മൾ ഈ കാണുന്ന ആരോഗ്യമല്ല അവരുടെ യഥാർത്ഥ ആരോഗ്യാവസ്ഥ. ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രശ്നം അല്ലെങ്കിൽ ഗുരുതരമായ അസുഖം ഇവരെയൊക്കെ ഭരിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ഓവറായിട്ടൊരു ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള ഒരാൾ നോർമൽ അല്ല എന്ന് പറയും. രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതുജീവിതത്തിൽ ഭയങ്കര ആക്റ്റീവാണ്, ഓവർ ആക്റ്റീവാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചത് ഇത് അങ്ങനെ അപാര ബ്രില്യൻ്റായ ഒരു രാഷ്ട്രീയ നേതാവെന്നാണല്ലോ നമ്മൾ ധരിച്ചത്. അതിന് മറുവശത്ത് ഇദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ അത് രാഷ്ട്രീയ ജീവിതമല്ല എന്ന് സമ്മതിക്കാം, അത് പൊതുജീവിതമല്ല, അത് ഞാൻ സമ്മതിച്ചു. തീർച്ചയായിട്ടും പൊതുജീവിതത്തെ വിലയിരുത്തേണ്ടത് സ്വകാര്യ ജീവിതം വെച്ചല്ല എന്നൊക്കെ പറയുന്നത് ശരിയാണ്. പക്ഷേ സ്വകാര്യ ജീവിതത്തിൽ ഒരാൾ സിക്കാണെങ്കിൽ, ഒരാൾക്ക് ഗുരുതരമായ അസുഖമുണ്ടെങ്കിൽ അത് അയാളുടെ പൊതുജീവിതത്തിലേക്ക് സ്വാഭാവികമായിട്ടും വരും. അയാളുടെ ആരോഗ്യനില കാണുമല്ലോ, ആരോഗ്യനില തീർച്ചയായിട്ടും ബാധിക്കും. അതാണ് ഇപ്പോൾ ഇതിൽ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആരോഗ്യനില കൃത്യമായി ഇനി അറിഞ്ഞിട്ടും കോൺഗ്രസ് പാർട്ടി മൂടിവെച്ചതാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു വളർച്ചയുടെ ഗ്രാഫിൽ എവിടെയെങ്കിലും വെച്ച് പാർട്ടിയെ തടയേണ്ടതായിരുന്നു. അത് തടഞ്ഞില്ല. വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ ഇത് അറിയാതെ പോയിട്ടുമില്ല. കാരണം ആ കുട്ടി തന്നെ പറയുന്നത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെ ഉള്ളതിനേക്കാൾ കൂടുതൽ ഫോട്ടോ റിനിയുടെ ഇപ്പോൾ ഇന്നുമൊക്കെ പുറത്തു വന്നത് സാക്ഷാൽ സതീശൻ്റെ കൂടെയാണ്. അപ്പോൾ വി ഡി സതീശന്റെ കൂടെ എന്ന് പറയുന്നത് ഒരു ഭയങ്കര ആദരവോടുകൂടി കൂടെ നിൽക്കുന്ന പടമുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം അവർക്കുണ്ടായ ഏറ്റവും തിക്തമായ ഒരു അനുഭവം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് തുടർച്ചയായിട്ട് ഉണ്ടാകുമ്പോൾ വി ഡി സതീശനോട് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, പറഞ്ഞു എന്ന് അവർ വെളിപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ടും നടപടിയെടുത്തില്ല. ഇനി ഒരു കേസാണെങ്കിൽ ഇപ്പോൾ 12ഓളം കേസുകൾ ഇപ്പോൾ KPCC കിട്ടിയെന്ന് പറയുന്നുണ്ട്, 20ലേറെ കേസുകൾ അവിടെ AICC കിട്ടിയെന്ന് പറയുന്നുണ്ട്. ഒരാളെക്കുറിച്ച് നിരന്തരമായി ഇത്തരം പരാതി വരുമ്പോൾ അയാൾ നോർമൽ അല്ല, അയാളെ ചികിത്സിക്കേണ്ടതുണ്ട് എന്ന ബോധ്യം ഇവർക്ക് വരണ്ടേ? അത് വന്നിട്ടില്ല. ലേറ്റസ്റ്റ് എൻ്റെ ആ ധാരണ ഞാൻ ശരിവെക്കുന്നത് ഇന്ന് ഒരു കുട്ടി വെളിപ്പെടുത്തിയതായിട്ട് ഞാൻ ഏതോ ഒരു പത്രത്തിൽ വായിച്ചു, ഒരു മീഡിയയിൽ വന്നിട്ടുണ്ട്. എന്താ വെച്ചാൽ ആ കുട്ടിയെ ഇവൻ ഭീഷണിപ്പെടുത്തുന്നത് നമ്മൾ വിചാരിച്ചത് വളരെ വിരുദ്ധമായ പേഴ്സണാലിറ്റിയാണ്. രാഹുൽ പെൺകുട്ടികളെ ഒരുതരം വേട്ടയാടുന്ന അല്ലെങ്കിൽ അധിനിവേശം നടത്തുന്ന, അടിച്ചമർത്തുന്ന, ആക്രമിക്കുന്ന ഒരു ക്യാരക്ടറാണെന്നാണല്ലോ ഇന്നലെ വരെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഇന്നൊരു കുട്ടി പറയുന്നത് അവളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ഇവൻ നടത്തുന്നത്, നീ എങ്ങാനും എൻ്റെ പേര് പറഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്ത് കളയും എന്ന് കരഞ്ഞുകൊണ്ടാണത്രേ. അങ്ങനെ ഒരു മുഖം രാഹുലിന് നമുക്ക് ഓർക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ വളരെ വിരുദ്ധമായ ധ്രുവങ്ങളുടെ അന്തരമുള്ളൊരു മുഖം എന്ന് പറഞ്ഞാൽ അത്ര ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ക്യാരക്ടർ. അത് മാത്രമല്ല, പക്ഷെ ആ പെൺകുട്ടിയോട് പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നീ കല്യാണം കഴിച്ചു പോയാലും ഈ ബന്ധം നമുക്ക് തുടർന്ന് കൊണ്ടുപോകാം. അത് ഇത്തരക്കാരുടെയൊക്കെ ഒരു സ്വഭാവമാണ്. ബേസിക്കലി ഇവർക്കൊന്നും ഈ ഇമോഷണൽ സൈഡ് ഇല്ല. ആത്മീയമായ ഒരു പ്രണയം എന്താണ് എന്ന് എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പുറത്തു വന്ന വിവരങ്ങൾ വെച്ചാണെങ്കിൽ പ്രണയം ചുക്കാണോ ചുണ്ണാമ്പാണോ എന്ന് 3 ജന്മം ജനിച്ചാൽ ആ പയ്യന് മനസ്സിലാവില്ല. പ്രണയം എത്ര വിശുദ്ധമായ വികാരമാണെന്നറിയോ? അത് അനുഭവിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അതിപ്പോൾ എനിക്ക് കവിതയിൽ എഴുതി വെച്ചാൽ പോലും അത് അനുഭവിക്കുന്ന തീവ്രത വരില്ല. പ്രണയം അത്ര തീവ്രമായൊരു വികാരമാണ്. അത് മനസ്സിലാവണമെങ്കിൽ ഈ കാണുന്ന ശരീരങ്ങളോടൊക്കെ തോന്നുന്ന ഒരു അഭിനിവേശമല്ല പ്രണയം. അതിനപ്പുറത്ത് ശരീരത്തിനതീതമായ സുഭാഷ് ചന്ദ്രൻ്റെ ഒരു വിഖ്യാതമായ പുസ്തകമുണ്ട്, എന്താണ്, മനുഷ്യന് ഒരു ആമുഖം. ആ പുസ്തകം എന്ന് പറഞ്ഞാൽ ജിതേന്ദ്രൻ എന്ന് പറയുന്ന നായകനും ആൻമേരി എന്ന് പറയുന്ന, ജിതേന്ദ്രൻ എന്ന് പറയുന്ന ഒരു നായർ ചെറുപ്പക്കാരനും ആൻമേരി എന്നൊരു ക്രിസ്ത്യാനി പെണ്ണും തമ്മിലുള്ള പ്രണയത്തിൻ്റെ കഥയാണ്. അവർ തമ്മിലുള്ള ഇടപാടുകളാണ്, കത്തുകളാണ്, മെസ്സേജുകളാണ്, സന്ദേശങ്ങളാണ്. അതിനകത്ത് ഇവള് പറയുന്നുണ്ട്, നിന്നെക്കുറിച്ചുള്ള എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം സാധ്യമാണെങ്കിൽ നീ എൻ്റെ മുമ്പിൽ ആടയാഭരണങ്ങളില്ലാതെ വരൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ആടയാഭരണങ്ങളൊന്നും ആവശ്യമില്ലാത്ത ഒരു ലളിത ജീവിതം ഇവൻ ആഗ്രഹിക്കുന്നു എന്നാണ്. പ്രണയം പൂർണ്ണമാകുന്ന അപ്പോഴല്ല, അടുത്ത ഘട്ടത്തിൽ നീ പിന്നെയും എന്നോട് അടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ അടുത്ത ഘട്ടം എന്താ? ആടയാഭരണങ്ങളില്ലാതെ എന്ന് പറഞ്ഞാൽ
ഈ പറഞ്ഞ അലങ്കാരവും വസ്ത്രങ്ങളും ഒന്നും ഇല്ലാതെ വരുന്ന അടുത്ത ഘട്ടത്തിലെ ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്താണെന്നറിയോ? സാധ്യമാണെങ്കിൽ നീ ദേഹമില്ലാതെ വരുന്ന, ദേഹമില്ലാതെ ഒരാത്മാവിനോട് അടുക്കാൻ കഴിയുന്ന വികാരത്തിനാണ് പ്രണയം എന്ന് പറയുക. ഇത് ഈ മാങ്കൂട്ടത്തിന് എങ്ങനെ മനസ്സിലാവാനാണ് എൻ്റെ ധന്യം? ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ പ്രണയമൊന്നും ഇയാൾക്ക് അറിഞ്ഞൂടാ. പ്രണയം മനസ്സിലാക്കാനുള്ള ഒരു മാനസികാവസ്ഥ അദ്ദേഹത്തിന് ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ രോഗിയാണ് എന്ന് തിരിച്ചറിയാൻ കോൺഗ്രസ് വൈകിപ്പോയതാണ് ഇതിൽ പ്രധാന കുറ്റം. അതുകൊണ്ട് കോൺഗ്രസ് ആണ് കുറ്റവാളി. 1. നമ്പർ 2, ഇത്തരം രോഗികൾക്ക് പിടിച്ചു നിൽക്കാൻ അപ്പുറത്ത് കുറേ രോഗിക്കൂട്ടങ്ങളെ കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇവൻ ക്ലെയിം ചെയ്യുന്നത് അങ്ങനെയാണ്. കോൺഗ്രസിന്റെ നിസ്സഹായത കോൺഗ്രസ് പാർട്ടിയിലെ പലരും സ്വകാര്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ പറയുന്നത്, ഞാൻ കോൺഗ്രസ് ആയിപ്പോയതാണോ എൻ്റെ കുറ്റം? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇതൊക്കെ ആവാമല്ലോ. എത്ര പേരുടെ പേരിൽ ലൈംഗിക അപവാദങ്ങൾ വന്നു? ആരുടെയെങ്കിലും പേരിൽ നടപടി വന്നോ? ആരെയെങ്കിലും പണിഷ്മെന്റ് കൊടുത്തോ? ആരെയെങ്കിലും പദവിയിൽ നിന്ന് നീക്കിയോ? അപ്പോൾ ആരാ ഉത്തരവാദി? കോൺഗ്രസ് പാർട്ടിയും UDF മാത്രമല്ലല്ലോ ഉത്തരവാദി. ആലോചിച്ച് നോക്കൂ. കേരളത്തിൽ ഏറ്റവും വലിയ പ്രമാദമായ പെൺവാണിഭ കേസ് വന്നത് കുഞ്ഞാലിക്കുട്ടിയുടെ പേരിലാണ്, ഐസ്ക്രീം കേസ്. അദ്ദേഹം ഇപ്പോഴും മുസ്ലിം ലീഗിന്റെ മഹാരാജാവാണ്. ഇനി കേരളം UDF ഭരിച്ചാലും അദ്ദേഹം തന്നെ ആയിരിക്കും ഉപമുഖ്യമന്ത്രി. അപ്പോൾ രാഹുലിന്റെ ചോദ്യം എന്താണ്? അപ്പുറത്ത് LDF ഇല്ലാത്ത നയം, UDF തന്നെ നമ്മുടെ കൂട്ടുകക്ഷികൾക്ക് ഇല്ലാത്ത നയം എന്തിനാണ് കോൺഗ്രസിൽ നിന്നാണല്ലോ ചോദിക്കുന്നത്. അപ്പൊ ഇവന്റെ ആർഗ്യുമെന്റ് കറക്റ്റാണ്. ആ ആർഗ്യുമെന്റ് അങ്ങനെയാണ്. അപ്പൊ ആരാ പ്രതി? അപ്പൊ ഇവര് മാത്രമല്ല, നമ്മുടെ സിസ്റ്റം മൊത്തത്തിൽ പ്രതിയാകുന്നുണ്ട്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ ഒരു ക്യാരക്ടറിനെ കേരള രാഷ്ട്രീയത്തിൽ ഇത്രയും അപവാദ കഥകളുടെ ഒരു നാറ്റക്കേസിലേക്ക്, അങ്ങേയറ്റം അശ്ലീല നിർഭരമായ മാധ്യമ വാർത്തകളിലേക്ക് വളർത്തിയെടുത്തതിൽ ആരൊക്കെ പങ്കുവഹിച്ചിട്ടുണ്ട്? കോൺഗ്രസിന് തീർച്ചയായിട്ടും പങ്കുണ്ട്, UDF അതിൻ്റെ പങ്കുണ്ട്, LDF പങ്കുണ്ട്. ഇല്ലെങ്കിൽ ഇപ്പം എന്താ വിയർക്കുന്നത്? സത്യത്തിൽ ഏതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കേണ്ടത്? യൂത്ത് കോൺഗ്രസ് നമ്മളാരും തെരഞ്ഞെടുത്തതല്ല. യൂത്ത് കോൺഗ്രസ്സുകാർ കൊടുത്തൊരു പദവിയാണ്. അത് അവരുടെ പ്രശ്നമാണ്. അതിൽ ആ യൂത്ത് കോൺഗ്രസ് പദവിയിലേക്ക് ഇവൻ എത്തിയത് പോലും വ്യാജ മെമ്പർഷിപ്പ് ചേർത്തിട്ടാണെന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഇതേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുണ്ട്. എന്നിട്ടും അത്രയും കൃത്രിമൊക്കെ കാണിച്ചിട്ടും യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആക്കി. കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആക്കിയത് നേരാംവണ്ണമാണോ, പുറത്താക്കിയത് എന്തിനൊന്നും നമുക്കറിയേണ്ട കാര്യമില്ല. നമുക്കറിയേണ്ടത് ഇവന്റെ സെലിബ്രിറ്റി പദവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇപ്പോൾ അദ്ദേഹത്തിന്റെ MLA ഷിപ്പാണ്. ആര് കൊടുത്തു? കോൺഗ്രസ് മത്സരിക്കാൻ സീറ്റ് കൊടുത്തു. ജനങ്ങളാണല്ലോ ജയിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ രാജിവെക്കേണ്ടത് ഏതാണ്? MLA സ്ഥാനം രാജിവെച്ചിട്ടല്ലാതെ ജനങ്ങളോടാണ് മാപ്പ് പറയേണ്ടത്. കാരണം ഈ കുട്ടി പറയുന്നത് 2 വ്യക്തികൾ തമ്മിൽ തീരുമായി. ഈ കുട്ടി മാത്രമല്ല, പലരും പറഞ്ഞല്ലോ, 2 വ്യക്തികൾ തമ്മിൽ തീരുമായിരുന്ന ഒരു കേസ് അതിന് സാധ്യമല്ല, അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്ന ഒരു മാനസിക ആരോഗ്യമുള്ള വ്യക്തിയല്ല ഇയാളെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ അത് സാമൂഹ്യ പ്രശ്നമാണ്. വ്യക്തികൾ തമ്മിൽ തീരാത്ത പ്രശ്നം സാമൂഹ്യ പ്രശ്നമാണ്. കേരളീയ സമൂഹം ഇദ്ദേഹത്തിന് കൊടുത്ത അംഗീകാരമാണ് MLA ഷിപ്പ്. വലിയ ഭൂരിപക്ഷത്തിനല്ലേ ജയിപ്പിച്ചു വിട്ടത്. ഈ സമൂഹത്തിലെ പെൺകുട്ടികളോട് ഇദ്ദേഹം പെരുമാറുന്നത് ഇതുപോലെയാണ്. ഒരു വേട്ടപ്പട്ടിയുടെ മനസ്സോടുകൂടിയാണ്. എന്ന് പറഞ്ഞാൽ ആരോഗ്യമില്ലാത്ത ഭ്രാന്ത് വന്ന പട്ടിക്കാണ് നമ്മൾ വേട്ടപ്പട്ടി എന്ന് പറയുക. നല്ല സ്നേഹമുള്ള നമ്മൾ വളർത്തു പട്ടിക്കല്ലല്ലോ പറയുക. അപ്പോൾ ഒരു വേട്ടപ്പട്ടിയുടെ തരത്തിൽ നമ്മുടെ പെൺകുട്ടികളെ ആക്രമിക്കാൻ പോകുന്ന ഒരാളെ രാജിവെക്കണമെന്ന് പറയാനുള്ള ആർജവവും തൻ്റെ ഇടവും എന്തുകൊണ്ടാണ് കേരളത്തിലെ ഭരണകക്ഷിക്കില്ലാത്തത്? രാജിവെക്കണം എന്ന് പറയല്ലോ, വേണമെങ്കിൽ രാജിവെപ്പിക്കാമല്ലോ. എന്താ പറയാത്തത്? എന്താ കാരണം എന്ന് വെച്ചാൽ അപ്പുറത്ത് ഇതിനേക്കാൾ ദയനീയമാണ്. എത്ര കഥകളുടെ ഒന്ന് ആലോചിച്ച് നോക്കൂ. മന്ത്രിയായിരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിന്റെ കടകംപള്ളി സുരേന്ദ്രനെതിരായിട്ട് ആരോപണം വന്നത്, അല്ലേ? മന്ത്രിയായിരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിനെതിരായിട്ട് വന്നത്. നമ്മുടെ ഗണേഷ് കുമാറിനെതിരായിട്ട് വന്നത്. സ്പീക്കർ ആയിരിക്കുമ്പോഴാണ് ശ്രീരാമകൃഷ്ണനെതിരായിട്ട് വന്നത്. AK ശശീന്ദ്രൻ മന്ത്രിയായിരിക്കുമ്പോഴാണ് വന്നത്. 4 പേര് മന്ത്രിയായിരിക്കുമ്പോൾ MLA എന്നൽക്കെടുത്ത് നോക്കൂ. MLA മാരെടുക്കുമ്പോൾ M മുകേഷിനെതിരെ വന്നു. ഈ പറഞ്ഞ പദവികളിലൊക്കെ ഉള്ളവരെ വേണ്ട. M സ്വരാജിനെതിരെ വന്നില്ലേ ഇത്തരം ആരോപണം? അതും മാധ്യമരംഗത്ത് നിന്നല്ലേ വന്നത്. M സ്വരാജിന്റെ വൈകല്യങ്ങളെ, വൈകൃതങ്ങളെ, പെർവേർഷനെ ഒന്നും വിളിച്ചു പറയാൻ മനോരമ ചാനലിലും ഏഷ്യാനെറ്റിലും ഒന്നും ഉള്ള പെൺകുട്ടികൾ തയ്യാറാവാത്തതുകൊണ്ടല്ലേ. ഇപ്പൊ ഈ കുട്ടി തയ്യാറായതുകൊണ്ടല്ലേ ചർച്ചയ്ക്ക് വന്നത്. അതുകൊണ്ട് എല്ലാവരും പ്രതിയാണ്. എനിക്ക് തോന്നുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു മഹാരോഗിയായ, കേരളത്തിന്റെ പൊതുരംഗത്ത് നിൽക്കാൻ യാതൊരു യോഗ്യതയുമില്ലാത്ത, തൻ്റെ ശരീരത്തിലെ ദുർബലമായ വികാരങ്ങളെ നിയന്ത്രിക്കാൻ ശേഷിയില്ലാത്ത ഒരാൾ. ഞാനത് ആവർത്തിച്ച് പറയുന്നു. നമ്മുടെ ദേഹേച്ഛകളെ നിയന്ത്രിക്കാൻ ശേഷിയില്ലാത്ത ഒരാൾ എങ്ങനെയാണ് ഒരു പാർട്ടിയെ നിയന്ത്രിക്കുക?
അതും വമ്പിച്ച ഊർജ്ജശേഷിയുള്ള ഒരു യുവജന സംഘടനയെ നിയന്ത്രിക്കുക. എങ്ങനെയാണ് അദ്ദേഹം ഒരു മണ്ഡലത്തെ നയിക്കുക? എന്നെ നയിക്കാൻ പറ്റാത്ത ഒരാൾ എങ്ങനെയാണ് ഒരു നാടിനെ നയിക്കുക, ഒരു സമൂഹത്തെ നയിക്കുക? എങ്ങനെയാണ് അദ്ദേഹം രാജ്യത്തിന് വേണ്ടി നിയമനിർമ്മാണം നടത്തുന്ന നിയമസഭയിൽ പോയിരിക്കുക? അത് രാജിവെക്കണമെന്ന് പറയാൻ കെൽപ്പില്ലാത്ത വിധം കേരളത്തിൻ്റെ മറുപക്ഷം എന്ന് വെച്ചാൽ UDFന് അപ്പുറത്തുള്ള LDFും ദയനീയമായി നിൽക്കുന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഒരു പതനം. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇന്നത്തെ ഈ എത്തിച്ചതിൽ ഇത്രയും വളർത്തി തകർത്തു എന്നാണ് ഞാൻ പറയുക കോൺഗ്രസ് ചെയ്ത കുറ്റം. ഇനി തകർത്തിട്ട് ആ തകർച്ച പൂർണ്ണമാക്കാൻ LDFന് സാധിക്കാത്തത് എന്ത്? എല്ലാവരും ഈ കുറ്റത്തിൽ ഒരുപോലെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു കുറ്റമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റേത്. വ്യക്തിപരമായുള്ള അദ്ദേഹത്തിൻ്റെ പരാക്രമങ്ങൾ തീർച്ചയായും ഒരു പൊതുസമൂഹം പൊറുപ്പിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ മാസ് ഹിസ്റ്റീരിയ എന്ന നിലയിൽ ഒരു സാമൂഹ്യ രോഗത്തിന് കേരളീയ സമൂഹത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നല്ല ചികിത്സ വേണം.